ഞാൻ ഇതിൻ്റെ മുൻപിൽ എന്നെ തന്നെ താഴ്ത്തുകയാണ്, എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ശുശ്രൂഷകളോ പ്രസംഗങ്ങളോ ഒന്നും തന്നെ ഇതിൻ്റെ അടുത്ത് നമുക്കൊന്ന് ചിന്തിക്കാനോ കമ്പയർ ചെയ്യാനോ പോലും നമുക്ക് സാധ്യമല്ല. അത്ര മഹത്വമേറിയതാണ്, അത്ര പവിത്രമാണ്, അത്ര ആഴമുള്ളതാണ്, അത്ര വിശുദ്ധമാണ്, അത്ര വിടുതൽ നൽകുന്നതാണ്. ഇത് നിത്യതയുമായി കണക്ട് ചെയ്യുന്നതാണ് കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ ഇന്നിവിടെ സംഭവിക്കേണ്ടതിനായിട്ട് യേശു തന്നത് തന്റെ ജീവനെയാണ്, തന്റെ രക്തത്തെയാണ്. എത്ര പേര് അതിനൊരു ആമീൻ പറയാനുണ്ട്? ഈ ഒരു മിനിസ്ട്രി, ഒരു അടുത്തിരിക്കുന്നുള്ള പറഞ്ഞാട്ട് ഈ ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ടാകാൻ യേശു തന്നത് ജീവനാണ്, രക്തമാണെന്ന് പറഞ്ഞ് ഈ ഒരു ശുശ്രൂഷ ഇവിടെ സംഭവിക്കാൻ കർത്താവ് തന്നത് തന്റെ രക്തമാണ്, തന്റെ ജീവനാണ്. കാരണം പുതിയ നിയമസഭയിലെ അതിപ്രധാനപ്പെട്ട 2 അനുഷ്ഠാനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും അതിപ്രധാനപ്പെട്ട 2 അനുഷ്ഠാനങ്ങളാണ്. ഒന്ന് സ്നാനവും, 2 കർത്താവിൻ്റെ മേശയും. ഈ 2 ശുശ്രൂഷകളും നമ്മൾ പഴയ നിയമ ഭാഗങ്ങളിൽ, പഴയ നിയമ ശുശ്രൂഷയുടെ ക്രമങ്ങളിൽ ഒന്നും തന്നെ കാണുന്നില്ല. കാരണം ഈ ശുശ്രൂഷ സ്ഥാപിച്ചത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവാണ്. എല്ലാവരും പറഞ്ഞേ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഉറക്കെ പറയണം. പത്തനംതിട്ടയാണ്ട് കുറച്ചൊരു ശബ്ദം എടുത്ത് പറയണം. യേശു ക്രിസ്തു, യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. ആരാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ? യേശു ക്രിസ്തു. കാരണം എബ്രായർ 12:24 വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അരികിലത്രേ. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്. പറഞ്ഞേ എബ്രായർ 12:24 ഉറക്കെ പറഞ്ഞേ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും. ഹല്ലേലൂയ. ഇത് കർത്താവിനാൽ സ്ഥാപിതമായി. ഈ ശുശ്രൂഷ ആദ്യം ചെയ്തത് യേശു കർത്താവാണ്. യേശു ഈ ശുശ്രൂഷ ചെയ്തു. യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്ത് കാണിച്ചു. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും നിങ്ങൾ ഈ വണ്ണം ചെയ്യുവീൻ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതിനെ 3ആയി തിരിക്കണം. പറഞ്ഞേ, ബൈബിളിനെ 3ആയി തിരിക്കണം. ചരിത്രം, ഉപദേശം, പ്രവചനം. ഈ ചരിത്രം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ചരിത്രം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം മുതൽ യോഹന്നാന്റെ സുവിശേഷം വരെയുള്ള ഭാഗമാണ്. അതിനകത്ത് ഉപദേശം എന്ന് പറയുന്നത് റോമ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം തുടങ്ങി യൂദായുടെ ലേഖനം വരെയാണ്. 21 അധ്യായം. പറഞ്ഞ 21 അധ്യായം. 21 അധ്യായം എന്താണ്? ഉപദേശം. 21 അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ ഉപദേശമാണ്. 5 അധ്യായങ്ങൾ ചരിത്രമാണ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഒറ്റ പ്രവചന പുസ്തകമേ ഉള്ളൂ. ആ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാടിന്റെ പുസ്തകമാണ്. സംഭവിക്കുവാനുള്ളത് നമ്മെ അറിയിച്ച പ്രവചന പുസ്തകം. എന്നാൽ പുതിയ നിയമത്തിൽ ചരിത്രത്തിലും ഉപദേശത്തിലും പ്രവചന പുസ്തകത്തിലും ഒരുപോലെ പ്രതിപാദിച്ചിരിക്കുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ, അത് കർത്താവിന്റെ മേശയാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പെസഹ ദിനത്തിൽ യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, പെസഹായുടെ അന്നാണല്ലോ, മത്തായി 26:26 വാക്യം, അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇതെന്റെ ശരീരമെന്ന് പറഞ്ഞു. അപ്പോൾ മത്തായി 26:26 വാക്യത്തിൽ പെസഹ ദിനത്തിലാണ് യേശു ആദ്യമായി ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നതും ഈ ഒരു വെളിപ്പാടിനെ ശിഷ്യന്മാരിലേക്ക്, സഭയിലേക്ക്, മാനവകുലത്തിലേക്ക് യേശു കൈമാറുന്നതും. എന്നാൽ ആ കൂട്ടത്തിൽ ആരില്ലായിരുന്നു? ആ 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ പകുതിയായപ്പോൾ ഇറങ്ങിപ്പോയി, സാത്താൻ അവനിൽ കടന്നു, യൂദാസ്. എന്നാൽ ആ 12 പേരിൽ പൗലോസ് എന്ന് പറയുന്ന ശൗൽ എന്ന മനുഷ്യൻ ഇല്ലായിരുന്നു. എന്നാൽ കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് ഇംഗ്ലീഷ്
പരിഭാഷയിൽ കുറച്ചും കൂടെ മനോഹരമാണ്. ഫോർ ഐ റിസീവ്ഡ് ഓഫ് ദ ലോർഡ് ദാറ്റ് വിച്ച് ഓൾസോ ഐ ഡെലിവേർഡ് അൺടു യു. ഞാൻ കർത്താവിൽ നിന്ന് റിസീവ് ചെയ്യുകയും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമെന്ന് അവൻ അരുളി ചെയ്തു. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതെന്നാൽ, ഇത് പൗലോസ് പ്രാപിച്ചതാണ്, വെളിപ്പാടുകളാൽ സ്വീകരിച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കണം ഈ കാഴ്ച എന്താണ്. ആ കാഴ്ച, യേശു കർത്താവ് ആ മേശയിൽ ഭക്ഷണത്തിനായിരിക്കുന്നു, അപ്പം എടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നുറുക്കുന്നു, ഇതെന്റെ ശരീരം, ഇത് വാങ്ങി ഭക്ഷിക്കുവിനെന്ന് പറയുന്നു. ഇത് മുഴുവൻ പൗലോസിനെ ആരും പഠിപ്പിച്ചതല്ല, ആരെങ്കിലും ബൈബിൾ ക്ലാസ് എടുത്തതല്ല. ഇത് മുഴുവൻ ഈ ദൈവ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ ദൈവിക വെളിപ്പാടിനാൽ സ്വീകരിച്ചതാണ്. അത് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് ഗലാത്യ സഭയോട്, ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടുമില്ല, ഞാൻ മനുഷ്യരാൽ പ്രാപിച്ചിട്ടുമില്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത്. ഉറപ്പായും ഈ ഒരു കാര്യത്തെ അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഇൻസിഡന്റ് നടക്കുന്നു, ഒരു സ്പിരിച്വൽ മിനിസ്ട്രി നടക്കുന്നു. പ്രതാപ് പാസ്റ്റർ ഉണ്ട്, ജോണമോ ബ്രദർ ഉണ്ട്, ഇവിടെയുള്ള ദൈവദാസന്മാരുണ്ട്, നമ്മളെല്ലാവരും അതിനകത്തുണ്ട്. എന്നാൽ അതിനകത്തില്ലാതിരുന്ന ഒരാള്, ആ സമയത്ത് അല്ലെങ്കിൽ അടുത്തൊരു കാലഘട്ടത്തിൽ ഇതിനെ എതിർത്തിരുന്ന ഒരാള്, ഇതിനെ വിമർശിച്ചിരുന്ന ഒരാള്, ഈ മിനിസ്ട്രി എങ്ങനെയാ ചെയ്യുന്നത്, ഇതിന്റെ മർമ്മം എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ ആഴം എന്താണ് എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ഈ മനുഷ്യനെ മാത്രം വിളിച്ചു വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ വെളിപ്പാടിലൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ശുശ്രൂഷയുടെ മഹത്വം എത്ര വലുതാണ്. കൈ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൈ കൊട്ടുകയാണെങ്കിൽ നന്നായിട്ട് ദൈവത്തെ ആരാധിക്കണം. ഈ വേദപുസ്തകത്തിനകത്ത് വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് വെളിപ്പെടുത്തിയ ഒറ്റ ദൈവമനുഷ്യനേ ഉള്ളൂ. അത് പൗലോസ് അപ്പോസ്തലനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സഭ. സഭ. പുറകിലിരിക്കുന്ന ഏറ്റവും വലിയ വീട്ടിൽ നിന്ന് വന്ന ആന്റിയും കൂടെ ഒന്ന് പറഞ്ഞേ, സഭ കർത്താവിന്റെ ശരീരമാണെന്ന് വെളിപ്പെടുത്തിയത് പൗലോസ്. ആ കോടീശ്വരനെ അച്ഛൻ പറഞ്ഞില്ല, ഒന്ന് കൈ ഉയർത്തി, ഒന്ന് ശബ്ദം ഉയർത്തി പറയും, സഭ കർത്താവിന്റെ ശരീരമാണെന്ന് വെളിപ്പെടുത്തിയ അപ്പോസ്തലൻ പൗലോസാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ പഠിച്ചാൽ, കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളിൽ ഉടനീളവും പൗലോസ് എല്ലായിടത്തും പറയുന്നുണ്ട് സഭ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് സഭയുടെ തല ക്രിസ്തുവാണ്, സഭ അവന്റെ ശരീരമാണ്. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോഴും പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സഭ അവന്റെ ശരീരമാണ്, അതിന്റെ തല ക്രിസ്തുവാണ്, നാം അതിന്റെ അവയവങ്ങളാണ്. ഈ ഒരു റെവലേഷൻ, ഈ ഒരു വെളിപ്പാട് പത്രോസ് പറഞ്ഞില്ല. സഭ കർത്താവിന്റെ ശരീരമാണെന്നുള്ള റെവലേഷൻ യാക്കോബോ, യോഹന്നാനോ, ലൂക്കോസോ മറ്റു സുവിശേഷങ്ങളിൽ ഉടനീളവും എങ്ങും തന്നെ ഒരു അഭിഷിക്തന്മാര് എഴുതിയിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. ഈ മനുഷ്യന് മാത്രം വെളിപ്പെട്ട് കിട്ടിയ ഒരു സാധനമാണ് സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണെന്ന്. ഇതെങ്ങനെ ഇദ്ദേഹത്തിന് മാത്രം ഈ റെവലേഷൻ കിട്ടിയേ? ഞാൻ പറയാം. ഒരിക്കൽ ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ശൗലാണ് ഇദ്ദേഹം. ഈ ശൗല് അധികാരികളിൽ നിന്നും അധികാരപത്രങ്ങൾ വാങ്ങി ദൈവസഭ എന്ന് പറയുമ്പോൾ ജെറുസലേം ചർച്ചിനെ പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടെ ചേർന്ന് നയിക്കുന്ന ജെറുസലേം ചർച്ചിനെ ക്ലോസ് ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ, പൂട്ടിക്കാൻ, തകർക്കാൻ അധികാരികളിൽ നിന്ന് അധികാരപത്രവും വാങ്ങി സഭയെ ഉപദ്രവിച്ച സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഉപദ്രവകാരിയായ, ശുഷ്കാന്തി സംബന്ധിച്ച് പരീശനായ, യഹൂദനായ, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനായ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പുള്ളിയായ ഈ മനുഷ്യൻ
ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ സൂര്യനെ വെല്ലുന്ന പ്രഭാകിരണങ്ങൾ തന്റെ കണ്ണിൽ അടിച്ച് വാഹന മൃഗത്തിൽ നിന്ന് അടിച്ച് തറയിൽ വീണ് നിലത്ത് കിടന്ന് ആയുധം വെച്ച് കീഴടങ്ങിയ ഈ മതതീവ്രവാദി ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? നീ ആരാകുന്നു കർത്താവേ? Who you are Lord. ഉടനെ അവന് കിട്ടിയ മറുപടി എന്താണ് ശൗലിന് കിട്ടിയ മറുപടി? നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാകുന്നു ഞാൻ. എന്റെ ചോദ്യം, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, അറിവുള്ളവരാണ്, പാസ്റ്ററിനും പ്രതികരിക്കാം, നിങ്ങൾക്കും പ്രതികരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ശൗലെന്ന് പറയുന്ന ഈ മനുഷ്യൻ എപ്പോഴെങ്കിലും യേശുവിന്റെ ശുശ്രൂഷയിൽ മത്തായി സുവിശേഷം വായിക്കുമ്പോഴോ, മർക്കോസ് സുവിശേഷം വായിക്കുമ്പോഴോ, ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോഴോ, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴോ എപ്പോഴെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ ഈ ശൗൽ ഇടപെട്ടിട്ടുണ്ടോ? യേശുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. യേശുവിനെ അടിച്ച പടയാളികളുടെ കൂട്ടത്തിൽ ഈ പുള്ളി ഉണ്ടായിരുന്നോ? ഇല്ല. യേശുവിനെ ക്രൂശിക്കാൻ അന്ന് കൂടിയ കമ്മിറ്റി ഈ പുള്ളി ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാണ് നീ ആരാകുന്നു കർത്താവേ എന്ന് വീണ് കിടക്കുന്ന ഈ മതതീവ്രവാദിയായ മനുഷ്യൻ ചോദിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9:5 നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്ന് പറഞ്ഞു. ഒരാളെ ഉപദ്രവിക്കാതെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് ശരിയാണോ? ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ അതിന് തിരിച്ചൊന്നും ഈ മനുഷ്യന് പറയാൻ പറ്റിയില്ല. കാര്യം, ഈ മനുഷ്യനെ ഉപദ്രവിച്ചായിരുന്നു ആരെ? സഭയെ. ലിസൺ ടു മീ. നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് എവിടെയാ നോവുന്നേ? ഇനി ചിന്തിക്കൂ അത് പറയാൻ. ഒന്ന് പാസെങ്കിലും പറ. നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചാൽ എവിടെയാ നോവുന്നേ? ശരീരത്തിലല്ലേ നോവുന്നേ? ഒരു അടി തന്ന ആത്മാവിനാണോ നോവുന്നത്? ശരീരത്തിനാണോ? ശരീരത്തിനാണ് നോവുന്നത്. ഉറപ്പല്ലേ? എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ? പുള്ളി യേശുവിനെ ഉപദ്രവിച്ചോ? പിന്നെ ആരെ ഉപദ്രവിച്ചേ? സഭയെ ഉപദ്രവിച്ചു. സഭയെ ഉപദ്രവിച്ചപ്പോ കർത്താവ് പറഞ്ഞു എനിക്കാണ് നൊന്തത്. അന്ന് പുള്ളിക്ക് മനസ്സിലായി സഭ അവന്റെ ശരീരമാണ്. അന്ന് പുള്ളിക്ക് മനസ്സിലായി സഭ അവന്റെ ശരീരമാണെന്ന്. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കൈ അടിക്കണ്ട. അതുകൊണ്ടാണ് തന്റെ ലേഖനങ്ങളിൽ പലയിടത്തും പൗലോസ് പറയുന്നത് യേശു തന്റെ രക്തത്താൽ സമ്പാദിച്ച അവന്റെ സഭയെ മേയ്ക്കുവാൻ. യേശു തന്റെ രക്തത്താൽ സമ്പാദിച്ച അവന്റെ സഭ. ഇന്ന് ഒരു സഭയായി ഒരു എന്താ സഭ? സഭ എന്ന് പറയുന്നത് ഈ ഒരു റൂമല്ല. സഭ എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിംഗ് അല്ല. വേദപുസ്തകം പറയുന്നു രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ട, രക്ഷാനിർണയം പ്രാപിച്ച, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവ അനുസരിച്ച, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, ക്രിസ്തുവിന്റെ മണവാട്ടിയായി വേർതിരിക്കപ്പെട്ട, മണവാളനാകുന്ന ക്രിസ്തുവിനായി കാത്തിരിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, ഒരു ദൈവിക പദ്ധതിക്കായി വേർതിരിക്കപ്പെട്ട കൂട്ടത്തിന്റെ പേരാണ് സഭ. വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ കർത്താവ് ഇന്ന് പകൽ പത്തനംതിട്ട സഭയോട് പറയുന്നു ഞാൻ എന്റെ സഭയെ പണിയും. ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എൽഷദായി മിനിസ്ട്രിയോട് ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരോട് പറയുന്നു ജീസസ് വിൽ ബിൽഡ് ഹിസ് ചർച്ച്. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സ്തുതിക്കേണ്ടവർക്ക് സ്തുതിക്കാം. നിങ്ങൾ ഈ ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവൻ സകലവും സർവവും, അവൻ സകലവും
സർവവും സഭയ്ക്കു നൽകി. Amen. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അത് ആരാ? ഈ തൂണോ? പറഞ്ഞ കൈ, എനിക്ക് നൽകി. എനിക്ക് നൽകി. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. എന്നെ അവൻ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. Amen. I am sitting in heavenly realms, heavenly places. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് സ്വർഗീയ സ്ഥലത്താണ്. Yes. ദൈവമക്കളെ വീണ്ടെടുക്ക. ഇതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഉടനീളം പറയുന്നത്, സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. Amen. ചേർന്നൊരു ആമീൻ പറയാവോ? Amen. എന്നിട്ട് ആ വാക്യം മാത്രം പറഞ്ഞു വിടരുത്. നാൾ സമീപിച്ചിരിക്കുന്നു എന്നറിയും തോറും കൂടുതൽ നിങ്ങൾ അതിനെ ഗൗരവമുള്ളതായി കാണണം. Amen. ആമേൻ. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ സഭ കർത്താവിന്റെ ശരീരമാണെന്ന് പൗലോസിന് മനസ്സിലായത് ഈ ശരീരത്തെ തൊട്ട് കളിച്ചിട്ടുള്ളത് ഈ പുള്ളി മാത്രമേ ഉള്ളൂ. Amen. അപ്പൊ തൊട്ട് കളിച്ചപ്പോ അതിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നീ എന്താടാവുക എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. അപ്പൊ പുള്ളി ചോദിക്കുക, ഞാൻ എപ്പോഴാ ഉപദ്രവിച്ചതെന്ന്. ചോദിച്ചില്ല, ഞാൻ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. എപ്പോഴാ ഉപദ്രവിച്ചേ? ചിന്തിച്ചു നോക്കി, എപ്പോഴേലും ഉപദ്രവിച്ചോ? ഇല്ല. പക്ഷേ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൂട്ടുനിന്നോ? നിന്നു. ആദിമസഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചു. കർത്താവ് പറഞ്ഞു, നീ അത് ചെയ്തപ്പോ എനിക്ക് നൊന്തടാവുകയെന്ന് പറഞ്ഞു. കൈ കൊടുത്ത് പറഞ്ഞേ, കർത്താവിന്റെ ശരീരത്തെ വേദനിപ്പിക്കരുത്. കർത്താവിന്റെ ശരീരത്തെ വേദനിപ്പിക്കരുത്. വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ടോ ഇതിനെ കീറി മുറിക്കരുത്. ഞാൻ ഇത് ഓൺലൈനിൽ കാണുന്നവരോട്, ഇന്ന് ഈ ആരാധന പങ്കെടുക്കുന്നവരോട് പറയുന്നു, ഒരിക്കൽ ആ ശരീരം കീറി മുറിക്കപ്പെട്ടതാണ്, ഒരിക്കൽ ആ ശരീരം തകർക്കപ്പെട്ടതാണ്. എന്നെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ വീണ്ടും എൻ്റെ അഹങ്കാരം കൊണ്ട്, എൻ്റെ സ്വാർത്ഥത കൊണ്ട്, എൻ്റെ തന്നിഷ്ടങ്ങൾ കൊണ്ട്, എൻ്റെ സെൽഫിഷ്നെസ് കൊണ്ട് വീണ്ടും ഇതിനെ കീറി മുറിക്കരുത്. ഇതൊരിക്കൽ മുറിയപ്പെട്ടതാണ്. വായികൾ തുറന്ന് പറയണം, കർത്താപ്പശ, നിന്റെ ശരീരത്തെ വേദനിപ്പിക്കുവാൻ ഞാനില്ല. അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി, അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ തരുന്നു എന്ന് പറയുന്നവർ ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഞാൻ വീണ്ടും പ്രവർത്തിക്കും. ഞാൻ ദൈവരാജ്യത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി കൊടുക്കും. ഞാനിതിനെ സഹായിക്കും. ഞാനിതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇതിന്റെ ഉടമസ്ഥൻ യേശുവാണ്. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ശരിയല്ലേ? നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി, നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി, നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ഓഫീസിന് വേണ്ടി, നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ക്ലിനിക്കിന് വേണ്ടി, നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ വർക്ക് പ്ലേസിന് വേണ്ടി നന്നായി പണിയെടുക്കുന്ന, വിശ്വസ്തയോടെ അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതിൽ നിന്ന് നല്ലോണം ജോലി ചെയ്യുന്ന, വിശ്വസ്തയോടെ നിൽക്കുന്ന ആ സ്റ്റാഫിനെ, ആ ജോലിക്കാരനെ നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുവോ? പറ. നിങ്ങളൊരു കമ്പനി നടത്തുകയാണെങ്കിൽ, നിങ്ങളൊരു ഓഫീസ് നടത്തുകയാണെങ്കിൽ, അതിനകത്ത് 30 സ്റ്റാഫ് ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ ചിരിക്കാൻ പറഞ്ഞില്ല, ശരിയായ കാര്യം പറഞ്ഞു. അതിനകത്ത് 10-15 വർഷമായിട്ട് ഒരു അഴിമതിയും കാണിക്കാതെ, ഇതുപോലെ ഒരെണ്ണം എപ്പോഴാണ് എനിക്ക് തട്ടിയെടുത്തുകൊണ്ട് പോയി തുടങ്ങാൻ പറ്റുന്ന ചിന്തിക്കാതെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ കമ്പനിക്ക് വേണ്ടി, ആ ഓഫീസിന് വേണ്ടി വിശ്വസ്തയോടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കമ്പനിയിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ, പ്രൊമോഷന്റെ ടൈം ആകുമ്പോൾ, സാലറി ഇൻക്രിമെന്റിന്റെ ടൈം ആകുമ്പോൾ നിങ്ങൾ ആരെ പരിഗണിക്കും? അവരെ പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ അല്ല, സഭ ടിനുപാസിന്റെ അല്ല, സഭ ഇവിടെ ഇരിക്കുന്ന ആരുടെ അല്ല, സഭ കർത്താവിന്റെയാ. അതിനകത്ത് നീ കസേര ഇട്ടെങ്കിൽ, അതിനകത്ത് നീ ക്ലീൻ ചെയ്തെങ്കിൽ, അതിനകത്ത് നീ വർക്ക് ചെയ്തെങ്കിൽ, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്തെങ്കിൽ, ഇതിന്റെ ബോസ് നിനക്ക് പ്രതിഫലം തരും. ഇതിന്റെ ബോസ് കരമടിച്ച്, അതിന്റെ 2 കരങ്ങളും അടിച്ച് അതിനകത്ത് പാടിയെങ്കിൽ, അതിനകത്ത് പ്രവർത്തിച്ചെങ്കിൽ, ഇതിന്റെ ബോസ് നിനക്ക് പ്രതിഫലം തരും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിനെ നന്ദി പറയാം. ഇത്
കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ തന്നെ 2 നിലകളിൽ ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ദ ലോർഡ് സപ്പർ. ലോർഡ് സപ്പർ എന്ന് പറയുന്നത് കർത്താവിന്റെ അത്താഴം. ഒരു നോക്കണം, 1 കൊരിന്ത്യർ 11:20. 1 കൊരിന്ത്യർ 11:20 എന്നിടാവും. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് നോക്കി, ഇംഗ്ലീഷ് ബൈബിൾ അല്ലെങ്കിൽ TV നോക്കി, അവിടെ ലോർഡ്സ് സപ്പർ എന്ന് എഴുതിയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ലോർഡ് സപ്പർ. ഒരിടത്ത് തന്നെ എഴുതിയിരിക്കുന്നത് ലോർഡ്സ് സപ്പർ. ഇനി 1 കൊരിന്ത്യർ 10:21 നോക്കി. 1 കൊരിന്ത്യർ 10:21 നോക്കി. ഈ ലൈവ് ചാറ്റിനകത്ത് മക്കളെ ഈ വാക്യം ഇട്ട് പോകുന്നുണ്ടോ? ഓക്കെ, 1 കൊരിന്ത്യർ 10:21 നോക്കി. അവിടെ തന്നെ എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ മേശ. എന്താ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ? The table of the Lord. The Lord's table. മോനെ നീ ഇവിടെ നോക്കടാ, ഇതിനകത്ത് നോക്ക്. ഇവിടെ എന്നാ എഴുതിയിരിക്കുന്നത്? എന്നാ എഴുതിയിരിക്കുന്നത്? ലോർഡ്സ് ടേബിൾ. അപ്പൊ ലോർഡ്സ് സപ്പർ, ലോർഡ്സ് ടേബിൾ, 2 വാക്കുകൾ പ്രധാനമായി കൊടുത്തിരിക്കുന്നു. ഒന്ന് കർത്താവിന്റെ അത്താഴമെന്നും മറ്റൊരിടത്ത് കർത്താവിന്റെ മേശയെന്നും. ഒരാമീൻ പറയാവോ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് എന്നുവരെ ഉണ്ടാവും? ഈ ശുശ്രൂഷ എന്നുവരെ ഉണ്ടാവും? യേശു കർത്താവിന്റെ മടങ്ങിവരവ് വരെ മാത്രമേ ഈ ശുശ്രൂഷ ഭൂമിയിൽ. പിന്നെ ഈ ടേബിള് ഇവിടെ അല്ല. പിന്നെ ഈ ടേബിള് നമ്മൾ കാണുന്നത് വെളിപ്പാട് 19:6-7 വാക്യങ്ങളിലാണ്. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഈ മേശ പൊങ്ങുന്നത് സ്വർഗത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിനകത്ത്, ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് ഇതിനെ ഒരു വാക്യം എടുത്ത്, ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒരു വാക്യം എടുത്ത് ഞാൻ ഇതിനെ പരാമർശിക്കുകയാണ്. ശരിക്കും ഈ തിരുമേശയുടെ ശുശ്രൂഷ നടക്കുമ്പം കുറ്റബോധം വരുന്ന എത്ര പേരുണ്ട് ഇതിൽ? കർത്താവേ, നിന്റെ രക്തത്തിൽ എന്നെ കഴുകണേ. കഴിഞ്ഞ ഒരാഴ്ച ചെയ്തത് മുഴുവൻ ഇങ്ങനെ അകത്ത് കയറി വരും. ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല, നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ശോധന ചെയ്യാതിരിക്കരുത്. അത് കൂടുതൽ പണി ഉണ്ടാക്കുന്ന സാധനമാണ്. ശോധന ചെയ്യണം. പക്ഷേ ഈ തിരുമേശ ഇന്ന് വിളിച്ചു പറയുന്നത്, അപ്പൊ നമ്മൾ എന്നാ പ്രാർത്ഥിച്ച, കർത്താവേ ഞാൻ പാപിയാണ്, ദോഷിയാണ്, ഏഴയും കൃമിയും പൊടിയും, പിന്നെ എന്തൊക്കെ വായി വരുമോ, ഞാൻ ലൈവ് ഉണ്ടായോണ്ടാ നമ്മളതെല്ലാം പറയും. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായും സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വഭാവത്തിൽ പൊടിയാണോ, ഏഴയാണോ? ഹല്ലേലൂയ. പിന്നെ നമുക്കെന്തും പറയാലോ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, എന്നെ കുറച്ച് നേരം ശ്രദ്ധിക്കണം. എനിക്കൊരു കാര്യം ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ശരിക്കും ഈ തിരുമേശ ഇന്നിവിടെ വന്നതിന്റെ കാരണം ഇവിടെ കുറെ പാപികൾ വന്നതുകൊണ്ടല്ല. കാരണം ഈ തിരുമേശയുടെ ശുശ്രൂഷ യേശു കർത്താവ് നടത്തിയത് പാപികൾക്ക് വേണ്ടിയല്ല. 5 അപ്പവും 2 മീനും വാഴ്ത്തി വർദ്ധിപ്പിച്ച് മുഴുവൻ ആളുകൾക്കും കൊടുത്തോ? പറ. കൊടുത്തു. പാസ്റ്ററെങ്കിലും പറ. കൊടുത്തു. ഉറപ്പായിട്ടും കൊടുത്തില്ലേ? കൊടുത്തു. ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയോ? വീഞ്ഞാക്കിയിട്ട് കർത്താവ് പറഞ്ഞു 4-5 പേർക്ക് കൊടുത്താൽ മതി, ബാക്കിയും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞോ? ഇല്ല. കല്യാണത്തിന് വന്ന എല്ലാവർക്കും കൊടുത്തോ? കൊടുത്തു. അപ്പോ ആ വീഞ്ഞ് എല്ലാവർക്കും കിട്ടിയോ? 5 അപ്പവും 2 മീനും, ബ്രെഡ് എല്ലാവർക്കും കിട്ടിയോ? എത്ര ബാസ്കറ്റ് പാഴ്സൽ എടുത്തു? 12. ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൈ കൊടുത്തു പറഞ്ഞു, ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് തരത്തില്ല. തരുമ്പം ധാരാളം തരും. ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞ പാഴ്സലും കൂടെ എടുക്കാൻ കാണുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവരൊന്ന് കൈ അടിച്ച് കർത്താവിനെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് തരത്തില്ല, തരുമ്പോൾ ധാരാളമായിട്ട് തരും. ചേർന്നൊരാമയും പറഞ്ഞു. പക്ഷേ
ഈ അപ്പം എല്ലാവർക്കും കൊടുത്ത ക്രിസ്തു, ഈ മുന്തിരിച്ചാർ എല്ലാവർക്കും കൊടുത്ത യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യാൻ സമയത്ത് മത്തായി സുവിശേഷം 26-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടിയാണ്. എന്നെ നോക്കിയേ, ബാക്കി പിന്നെ എടുക്കാം, അതവിടെ ഉണ്ട്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ടാണോ മത്തായി 26-ന്റെ 26 യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്തേ? എല്ലാവരും വരുവീൻ, ഞാൻ ഇന്ന് ഒരു ശുശ്രൂഷയ്ക്ക് പോവാണ്, എല്ലാവരെയും വിളിച്ചോ എന്ന് പറഞ്ഞോ? സത്യം പറഞ്ഞ താൻ ഉയർപ്പിച്ച ഏറ്റവും വലിയ അത്ഭുതമാണല്ലോ മരിച്ച ഒരാളെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞ്. താൻ ഉയർപ്പിച്ച ലാസറിനെ പോലും വിളിച്ചില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മളായിരുന്ന യോഗത്തിന്റെ ഫ്രണ്ടിൽ പുള്ളിയെ കൊണ്ടിരുത്തിയാനായിരുന്നു. പുള്ളിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ശുശ്രൂഷയുടെ ഐക്കൺ. ഹല്ലേലൂയ. ലാസറിനെ കൊണ്ടുപോയോ? ആരെയും കൊണ്ടുപോയില്ല. താൻ വേർതിരിച്ച, താൻ അപ്പോയിന്റ് ചെയ്ത, തെരഞ്ഞെടുത്ത, കേൾക്കണം, 12 എണ്ണത്തെ കൊണ്ടുപോയുള്ളൂ. അതിന് ഒരെണ്ണത്തിനകത്ത് പിശാചുണ്ടായിരുന്നു. ഒരെണ്ണത്തിനകത്ത് അവ ഇറങ്ങി പോവുകയും ചെയ്തു. ആരും ഇടയ്ക്ക് ഇറങ്ങി പോകുന്നവരെ പ്രത്യേകം സൂക്ഷിച്ചോണം. പോവുകയും ഇടയ്ക്ക് പോവുകയും ചെയ്തു. ചേർന്ന് രാമീൻ പറഞ്ഞേ. ആർക്കാണ്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, ഇനി അവരോട്ട് പോവുകയില്ല. പറഞ്ഞു പോയ കാരണം കൊണ്ട്. ഹല്ലേലൂയ. അവനിടയ്ക്ക് ഇറങ്ങിപ്പോയി. അപ്പോ ഇതെല്ലാവർക്കും ഉള്ളതല്ലായിരുന്നു. ഇത് വിളിച്ച് വേർതിരിച്ച് താൻ തെരഞ്ഞെടുത്തവർക്ക് മാത്രം താൻ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പാടായിരുന്നു. ആ വെളിപ്പാട് യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ഇത് ആഴമായി വെളിപ്പെടുത്തി. പ്രത്യേകിച്ച് 6-ാം അധ്യായം നോക്കുമ്പോൾ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയാ പറഞ്ഞത്? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. The most powerful, important word in the Bible. Amen. John chapter 3 verse 16 കഴിഞ്ഞാൽ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. എന്റെ ചിന്തയിൽ ഈ വാക്യം കഴിഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ വേർഡാണ് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നിട്ട് യേശു, മക്കളെ താങ്ക് യു, മീഡിയ താങ്ക് യു. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, അടുത്തടുത്ത വാക്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞു, ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചല്ലോ. ഒരു നാച്ചുറൽ ഫുഡിനെ കുറിച്ച് യേശു അവിടെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്നവരാണ്. ആ ഫുഡ് കഴിച്ചവർ മരിച്ചല്ലോ. എന്നിട്ട് പറയാണ്, ഇതോ തിന്നുന്നവൻ എന്നേക്കും, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പൊ ഞാനിതാ പറയാൻ വന്നത് എന്തുകൊണ്ടാണ് അത് പവർഫുൾ വേർഡ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ ജീവിക്കും എന്നുള്ളിടത്തെല്ലാം സോയ ലൈഫ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സോയ, ഇംഗ്ലീഷല്ല, സോയ, ZOE, സോയ എന്ന് പറയുന്നത് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന, ഉദ്ധാരണം ചെയ്യുന്ന, ഉയർപ്പിക്കുന്ന, ജീവൻ പകരുന്ന ഒരു ശക്തിയാണ്. ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും രോഗികളായിട്ടിരിപ്പുണ്ടെങ്കിൽ, യഥാർത്ഥമായി വിശുദ്ധിയോടെ പ്രാർത്ഥനയിൽ ഈ കർത്താവിന്റെ മേശ പങ്കാളിയാകുന്നവർ, ഞാൻ വിശ്വസിക്കുന്നു, അവർ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കും. അല്ലേ? നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 11 പൗലോസ് പറഞ്ഞില്ലേ, അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾക്ക് താൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവൻ കർത്താവിന്റെ ശരീരം സംബന്ധിച്ച്
കുറ്റക്കാരനാകും. 28-ാമത്തെ വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. 29-ാം വാക്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. 30-ാം വാക്യം, ഇത് ഹേതുവായി പലരും ബലഹീനരും രോഗിയാകുന്ന എവിടെയാ? രോഗിയാകുന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വിടുതലിനുള്ള കാര്യമാണ് പറയുന്നത്, എന്നാലും ശ്രദ്ധിക്കട്ടെന്ന് കരുതിയ. രോഗിയാകുന്ന എവിടെയാ? ശരീരത്തിൽ. ആ, പ്ലീസ് ഹെൽപ് മീ. രോഗിയാകുന്നത് എവിടെയാ? ശരീരത്തിൽ. ഉറപ്പാണോ? ആരെങ്കിലും പറയുമോ എന്റെ ആത്മാവിന് ഒരു സ്ട്രോക്ക് വന്നു? ഇല്ല, ആരും പറയുന്നില്ലല്ലോ. ആത്മാവിന് സ്ട്രോക്ക് വരുമോ? ഇല്ല, വരികയല്ലോ. അപ്പൊ രോഗം വരുന്ന എവിടെയാ? ശരീരത്തിൽ. ഭക്ഷണം കഴിക്കുന്ന എന്തിനു വേണ്ടിയാ? ആത്മാവിന് വേണ്ടിയാണോ ശരീരത്തിന് വേണ്ടിയാണോ? ഉറപ്പിക്കോ? ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഞാൻ ബിരിയാണി കഴിച്ച ആത്മാവി ബലപ്പെട്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന എന്തിനു വേണ്ടിയാ? ശരീരത്തിന് വേണ്ടിയാ. എന്നാൽ തിരുമേശയുടെ പ്രത്യേകത എന്നാണെന്നറിയാം? തിരുമേശയുടെ പ്രത്യേകത, അത് ഇതിന്റെ മാത്രമുള്ള പ്രത്യേകത. ഇത് ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഉടനെ ഇവർക്കിത് പിടികിട്ടിയില്ല. എനിക്കൊന്നും നിങ്ങളെ പോലെ പകുതി ഉറക്കത്തിലായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇവർക്കിത് പിടികിട്ടിയതേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടനെ തിരിച്ചു ചോദിച്ചു, ഇവൻ എന്നതായി പറയും? ഒന്നാമത്തെ യുവമാർ എന്തെങ്കിലും വാക്കെ പിടിക്കാൻ നടക്കുക, യോഗത്തിനൊന്നും വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഇവര് ചോദിക്കുകയാണ്, ഒരു മനുഷ്യന് അവന്റെ മാംസം തിന്നുവാൻ തരുവാൻ എങ്ങനെ കഴിയും? യോഹന്നാൻ 6-ലാണ് എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യന് അവന്റെ മാംസം തിന്നാൻ തരുവാൻ എങ്ങനെ കഴിയും? ഒരു മനുഷ്യൻ, ഇവൻ പറയുകയാണ് ഇവന്റെ രക്തം ഇവൻ കുടിക്കാൻ തരുമെന്ന്. ഇതെങ്ങനെ ഇവൻ ഇത് പറയാൻ കഴിയുന്നു? ഹല്ലേലൂയ. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് മാംസം അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് രക്തമല്ല. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. യോഹന്നാൻ 6:55 വാക്യമാണ്. യോഹന്നാൻ 6:55, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. അപ്പോൾ വൺ സൈഡ് ഇത് ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ? ശരീരത്തിൽ. പുറകിലിരിക്കുന്നവർ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യല്ലേ പറഞ്ഞേ? ശരീരത്തിന്. ഹല്ലേലൂയ. പാട്ടുപാടി പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോഴോ ആര് ബലപ്പെടും? എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ അകത്ത മനുഷ്യൻ ബലപ്പെടും. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ നാൾക്കുനാൾ ബലം പ്രാപിക്കണം. ചെറുതാമീൻ പറഞ്ഞേ. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് ഞാൻ പറയാം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം കർത്താവിൻ്റെ രക്തത്തോടുള്ള കൂട്ടായ്മയല്ലയോ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് വേണ്ടവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. വേണ്ടാത്തവരും പത്തനംതിട്ട ചർച്ചിലുണ്ട്. ബ്ലെസ്സിങ് വേണ്ടവരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. ഇതെന്നെ എഴുതിയിരിക്കുന്നത് ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ഈ ഒരു മക്കളെ, ഒരു ബസ്സിനകത്ത് കയറി ഇരിക്കുന്നതിന് മുമ്പ് ഈ ബസ് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. ഒരു ട്രെയിനകത്ത് പോയി മെട്രോയ്ക്കകത്ത് കയറി ഇരിക്കുന്നതിന് മുമ്പ് ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. അല്ലെ കാശും പോവും, സമയവും പോവും. ഈ തിരുമേശ എടുക്കുന്നതിന് മുമ്പ് ഇത് എടുത്താൽ, ഇത് എടുക്കുമ്പോൾ എന്താണ് എന്നിൽ സംഭവിക്കുന്നതെന്ന് ഞാൻ അറിയണം. BP-ക്ക് മരുന്ന് കഴിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല കേട്ടോ. ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരോ? കുഞ്ഞൻ ടാബ്ലറ്റ് ആണോ? ഷുഗറിന്റെ ഈ BP-യുടെ ഒക്കെ മരുന്ന്, കൊളസ്ട്രോളിന്റെ ഒക്കെ ചെറിയ ടാബ്ലറ്റ് ആണോ? അതോ പശുവിന് കൊടുക്കുന്ന പോലത്തെ ഗുളിയാണോ? അല്ല, നിങ്ങളൊന്നും ഒന്നും മിണ്ടാത്ത തന്നെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഒന്ന് പറയണം, അല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. ഈ ചെറിയ ഗുളിയല്ലേ? BP-യുടെ ഒരു കുഞ്ഞു ഗുളിയ എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് BP ചെക്ക് ചെയ്യുമ്പോൾ BP ഡൗൺ ആവുന്നുണ്ടോ? കുറഞ്ഞോ? അച്ഛൻ BP കൂടി, ഗുളിയ ഒരെണ്ണം കൊടുത്ത് അച്ഛൻ അരമണിക്കൂർ കഴിഞ്ഞാൽ BP കുറഞ്ഞോ? കുറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. കുറഞ്ഞെങ്കിൽ പറയണം, BP കുറഞ്ഞോ?
ഈ സാധനം ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഇത് കട്ടലിന്റെ കിഴിയും എല്ലാം പോയി കഴിഞ്ഞാൽ ടോർച്ച് എടുത്തോണ്ട് വരണ്ടേ ഇത് എടുക്കാൻ? ഒന്ന് പറ. അപ്പൊ ഇത്രേ ഉള്ള ഒരു കുഞ്ഞു ഗുളിക കഴിച്ചപ്പോൾ, അതിൻ്റെ അകത്തേക്ക് പോയപ്പോൾ അതിൻ്റെ എൻറ്റയർ ദ ബോഡി ഫങ്ഷനെ അഫക്ട് ചെയ്തു. Hallelujah. ചില ആളുകൾ ഈ തിരുമേശ എടുക്കുന്ന സമയത്ത്, ഒരിക്കൽ ഞങ്ങളൊരു കുറച്ച് പേരിങ്ങനെ പ്രൈവറ്റായിട്ട് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂട്ടത്തിൽ 2 പേര് പുതുതായിട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. അപ്പോൾ അവർ ഇച്ചിരി ലോകപരമായി ജീവിച്ച ഒരു കുടുംബം അവർ കർത്താവിലേക്ക് വന്നാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാ ഈ തിരുമേശ എടുക്കേണ്ടി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഈ മുറിച്ച് പീസാക്കി ഇങ്ങനെ, കർത്താവിൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് വാങ്ങി ഭക്ഷിപ്പീന്ന് പ്രാർത്ഥിച്ചും മുറിച്ചിട്ട ഈ ചെറിയ ബ്രെഡ് പീസസും അവിടെ ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്ത് മുറിക്കാതെ ഇങ്ങനെ മുഴുത്ത ഒരു ഇതും ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് ഇത് കൊണ്ടുപോയി ഈ പുള്ളി ആ അപ്പുറത്തിരുന്ന സാധനം തന്നെ എടുത്തു. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റുകയില്ല. ലൈവ് ഒന്നുമല്ല, ഒരു പ്രൈവറ്റ് മീറ്റിംഗാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തെക്കാൾ മുമ്പ് സ്നാനപ്പെട്ടതാണ്. പുള്ളിക്കാരി കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച്. അപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാനും ജീന ഉണ്ടായിരുന്നു, ടിനു പാസ്റ്ററെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് കർത്താവിൻ്റെ മേശ എടുത്തതിൽ. പിന്നെ പാസ്റ്ററെ, ആ വലിയ ബ്രെഡ് പുള്ളി എടുത്ത് ഒന്നും തോന്നല്ലേ, അതുപോലെ പാപം ചെയ്തിട്ടുണ്ട്. അറിവിത്നി ഒന്നും തോന്നല്ലേ അതിനകത്തെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സത്യത്തിൽ അവർക്കത് അറിഞ്ഞൂടാ. പക്ഷേ ഇത് വലിയൊരു പീസ് എടുക്കുന്നതോ ചെറുതോ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഗുളിക, ഒരു ഷുഗറിൻ്റെ, ഒരു BP-യുടെ ടാബ്ലറ്റ്, കുഞ്ഞു ടാബ്ലറ്റാണ്. പക്ഷെ അത് എൻറ്റയർ ദ ബോഡി ഫങ്ഷനെ ടച്ച് ചെയ്ത് ഇത് അകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കർത്താവിൻ്റെ മേശ, ഒരു ഭക്ഷണം എൻ്റെ ശരീരത്തിന് മാത്രം പ്രയോജനപ്പെടുന്നു. കറക്റ്റ്? ഫുഡ് എൻ്റെ ശരീരത്തിന് മാത്രം പ്രയോജനപ്പെടുന്നു. പാട്ടും പ്രാർത്ഥനയും മാത്രമായിട്ടിരുന്ന ചിലർ പറയത്തില്ലേ, ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയത്തില്ലേ, ഇങ്ങനെ ഈ പ്രാർത്ഥനയായിട്ട് മാത്രം തുറന്ന വയറ്റിലോട്ടും എല്ലാം പോകണ്ട എന്ന് ചോദിക്കത്തില്ല. വീട്ടിലൊന്നും എന്ത് ചെയ്യത്തില്ല, വീട്ടിലൊന്നും കുക്ക് ചെയ്യല. ഇപ്പൊ പഠിച്ചിരിക്കുന്ന ഒരു സാധനം ഉപവാസമാണ്. അപ്പം പാട്ടും പ്രാർത്ഥനയും നടത്തിയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ശരീരത്തിന് വല്ലതും കിട്ടുമോ? ഇല്ല. ശരീരത്തിന് വല്ലതും കിട്ടുന്ന കാരണം കൊണ്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ ആത്മാവിന് വല്ലതും കിട്ടുമോ? അപ്പൊ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ തൊടുന്ന ഒരു ശുശ്രൂഷ ഭൂമിയിലുണ്ടെങ്കിൽ അത് കർത്താവിന്റെ മേശയാണ്. കരമടിച്ചത് എൻ്റെ ആത്മാവിനെയും എന്റെ ശരീരത്തെയും ഒരുപോലെ തൊടും. ഞാൻ ചോദിക്കട്ടെ, ഈ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, ദ കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്, ഇത് വ്യവസ്ഥ കൂടാതെ എടുക്കുന്നവർ പലരും രോഗികളാകുന്നു. രോഗിയായത് എവിടെയാ? ശരീരത്തിലാ. എന്നാൽ മറുഭാഗം, എല്ലാത്തിനും 2 സൈഡുണ്ട്, എല്ലാത്തിനും ഒരു 2 വശമുണ്ട്. ഇത് വ്യവസ്ഥയില്ലാതെ എടുത്തവൻ രോഗിയായി പോയെങ്കിൽ ഇത് പ്രാർത്ഥനയോടെ ഇന്ന് എടുക്കുന്നവൻ സൗഖ്യമാകത്തില്ലേ? വിശ്വസിക്കുന്നവരെന്ന കരങ്ങൾ അടിച്ച് സ്വീകരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങളും സകല ബന്ധനങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് തകർന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർക്കാനുള്ള ഒരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാൻ എത്ര ലക്ഷം കൊടുത്തു ആളുകൾ കാണുകയല്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. എത്ര ലക്ഷം കൊടുത്തു ആളുകൾ കാണുകയല്ലേ? പക്ഷെ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ദൈവവചനം അനുസരിച്ച് കർത്താവിന്റെ ശരീരത്തിന് നിഴലായിരിക്കുന്ന ഈ ബ്രെഡും കർത്താവിന്റെ രക്തത്തിന് നിഴലായിരിക്കുന്ന ഈ മുന്തിരിച്ചാറും നീ എടുക്കുമ്പോൾ നിന്നെ കളിയാക്കിയവരും പരിഹസിച്ചവരും ഒക്കെ
ദൈവത്തിലേക്ക് വരണം എന്നല്ല, വരണം. പക്ഷേ അവരുടെ എല്ലാം നടുവിൽ ഇതിൽ പങ്കെടുത്ത നിനക്കൊരു ഉയർപ്പുണ്ടാകുമെന്ന് കർത്താവിന്റെ ആത്മാവ് വചനത്തിലൂടെ അറിയിക്കുകയാണ്. ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ ഉയർപ്പിക്കും. ഇത് പുനരുത്ഥാനത്തിന് ഉതകുന്നതാണ്. ഇതിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവമക്കളെ, ഇങ്ങനെ ഒരു ശുശ്രൂഷ ഞാൻ വാസ്തവം പറയുന്നു, ഇതൊരു സെലിബ്രേഷൻ ആണ്. ഈ മേശ പറയുന്നത് നിങ്ങൾ പാപികളാണെന്നല്ല, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഈ മേശ പറയുന്നത് നിങ്ങൾ കുഴപ്പക്കാരാണെന്നല്ല, വിശുദ്ധരാണ്. ഈ തിരുമേശ പറയുന്നത് ഇവിടെ കൂടി വന്നിരിക്കുന്നത് ക്ലബല്ല, ഇവിടെ കൂടി വന്നിരിക്കുന്നത് സഭയാണ്. ഇത് ക്ലബല്ല, ഇത് സഭയാണ് എന്ന് തിരുമേശ തെളിയിക്കുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേര് ആമേൻ പറയാനുണ്ട്?